പറയാനൊരു ഐഡൻറ്റിറ്റി ഇല്ലാതെ കോടിക്കണക്കിന് മനുഷ്യർ നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്നുള്ള അറിവ് നമ്മളെ വേദനിപ്പിക്കില്ലേ? കോടിക്കണക്കിനെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3 കോടിയിലധികം മനുഷ്യർക്ക് സ്വന്തമായി പറയാനൊരു രാജ്യം പോലുമില്ല. അങ്ങനത്തെ മനുഷ്യർ നമ്മുടെ ഭൂമിയിലുണ്ട്. ഭൂപടം എടുത്ത് മറിച്ച് തിരിച്ചു നോക്കിയാൽ തുർക്കിയിലും സിറിയയിലും ഇറാഖിലും ഇറാനിലുമൊക്കെയായി അവിടുത്തെ മലയോര പ്രദേശങ്ങളിലും അതിർത്തി പങ്കിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ ചിതറി എപ്പോഴും ആക്രമണത്തിന് ആക്കപ്പെട്ട് അന്യരാക്കപ്പെട്ട് നീതിയില്ലാതെ അഭിമാനമില്ലാതെ ജീവിക്കുന്ന ഒരു വലിയ ജനത. അവർക്ക് സങ്കല്പത്തിലൊരു രാജ്യമുണ്ട്. നൂറ്റാണ്ടുകളായി അവർ ആഗ്രഹിക്കുന്ന അവരുടെ സ്വന്തം രാജ്യം. അതിൻ്റെ പേര് കുർദിസ്ഥാൻ എന്ന്. ആ മനുഷ്യരെ നമുക്ക് കുർദുകൾ എന്ന് വിളിക്കാം. അവർക്ക് അവരുടേതായിട്ടുള്ള സംസ്കാരമുണ്ട്, അവരുടേതായിട്ടുള്ള ഭാഷയുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ആഘോഷങ്ങളുണ്ട്. ഇതിനെല്ലാത്തിനും മുകളിൽ അവർ ഏതൊക്കെ രാജ്യങ്ങളിലാണോ അഭയം നേടി ജീവിക്കുന്നത്, അവരുടെ എല്ലാ ഭരണകൂടങ്ങളുടെയും ഒരു കൈ അവർക്ക് മേലെപ്പോഴുമുണ്ട്. യുദ്ധങ്ങൾ, പലായനങ്ങൾ, അഭയാർത്ഥിയായി ജീവിക്കപ്പെടുന്ന അവസ്ഥ, ഇതെല്ലാം അവർ അവരുടെ നിത്യജീവിതത്തിൽ കടന്നു പോകുന്ന വഴികളാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, 4 വയസ്സുവരെ ഓമനിച്ച് വളർത്തിയ ഐലൻ കുർദി എന്ന ഒരു കുട്ടിയെ അവൻ്റെ ചേതനയേറ്റ ഒരു ശരീരം കടൽ തീരത്ത് അടിഞ്ഞു കിടക്കുന്നത് നമ്മുടെയൊക്കെ മനസ്സിനെ പൊള്ളിച്ചിട്ടുണ്ട്. ഇന്നും ഉള്ളിൽ കടന്ന് അത് മീറ്റുന്നുണ്ട്. ഇന്നത്തെ കഥ തുർക്കിയിലെ അങ്ങനെ ഒരു കുർദ് കുടുംബത്തെക്കുറിച്ചിട്ടാണ്. എല്ലാവർക്കും സ്വാഗതം. ഒരു കഥയുണ്ട്. ശ്രീമതി ഹരിദാ സാവിത്രി എഴുതിയ കുർബാൻ. ദമീർ ബർസാനി അല്ലേ? അതായത് ടാക്സി ഡ്രൈവർ. അതെ മാനെ. എവിടെയാണ് നിങ്ങളുടെ സ്വന്തം സ്ഥലം? നുയ്സായ്ബിൻ. എന്തിനാണ് അവിടെ നിന്ന് ഇത്ര ദൂരെ വന്ന് ഇവിടെ താമസിക്കുന്നത്? മാനെ, എൻ്റെ മകൻ ജിയാനെ ഇവിടെ പഠിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ്. വീട്ടിലാരൊക്കെയുണ്ട്? ഭാര്യ ഇസേൽ. ഭാര്യ എന്ത് ചെയ്യുന്നു? അവൾക്ക് ജോലിയൊന്നുമില്ല. നിങ്ങളുടെ മകൻ ചെയ്ത കുറ്റം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മാനെ, എൻ്റെ മോൻ അങ്ങനെ ഒരു കുറ്റവും ചെയ്യില്ല. അവനും അവൻ്റെ കൂട്ടുകാരെല്ലാവരും ചേർന്ന് ആ മാളിൻ്റെ പടികളിൽ എപ്പോഴും പോയിരിക്കാറുണ്ട്. അത് സത്യമാണ്. അന്ന് അവൻ്റെ കൂട്ടുകാരി ദിലാരയ്ക്ക് ഒരു കാപ്പി വാങ്ങാൻ അവൻ അകത്തേക്ക് പോയതാ. നിന്റെ ഈ വാചകമടി കേൾക്കാനല്ല ഞാനിവിടെ ഇരിക്കുന്നത്. മരണപ്പെട്ടിരിക്കുന്നത് 4ഓളം മനുഷ്യരാണ്. അംഗഭംഗം വന്ന മനുഷ്യര് വേറെയും. അവരുടെ ജീവനും ജീവിതത്തിനും ഒക്കെ നിന്റെ മകനാണ് ഉത്തരവാദി. അവൻ അതിനുള്ള ശിക്ഷ കിട്ടണ്ടേ ഏമാനെ? അവനൊരു പാവാണ് ഏമാനെ. അവനൊന്നും ചെയ്യരുത്. അവൻ അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരുത്തനല്ല. ഇത് പറഞ്ഞു തീർന്നതും ദമീർ ബൻസാരിയുടെ മുഖമടച്ച് ഒരൊറ്റ അടിയായിരുന്നു. ആ അടി കഴിഞ്ഞതും ദമീറിന് കുറച്ചു നേരത്തേക്ക് കണ്ണുകളിലേക്ക് ഇരുട്ട് കയറി. തല കറങ്ങിപ്പോയി. കുറച്ചു നേരം എടുത്തു അയാൾക്ക് ബോധം തിരിച്ചു കിട്ടാൻ. കണ്ണുകൾ തുറന്നു നോക്കിയിട്ടും അയാളുടെ മുമ്പിൽ കാഴ്ചകൾ നിന്ന് ആടുകയായിരുന്നു. അപ്പോൾ അയാളുടെ മുന്നിലിരുന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ദുമാൻ അയാൾ അലറിക്കൊണ്ട് പറഞ്ഞു, നിന്റെ മകൻ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. അവനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവൻ ഞങ്ങളെയും ആക്രമിക്കാൻ ശ്രമിച്ചു. നിനക്കറിയോ? ഇത്രയും വലിയൊരു കുറ്റവാളിയെ ഇനി പുറം ലോകം കാണിക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം.
ദമീർ ആ ഇരുന്ന ഇരിപ്പ് അവിടെ മരവിച്ചിരുന്നു പോയി. അയാൾ ഓർക്കുകയാണ്, എൻ്റെ മകൻ ജിയാനെക്കുറിച്ചാണോ ഇവരീ പറയുന്നത്? കുറച്ചു മുമ്പ് ഒരു ജാലകത്തിനിടയിലൂടെ ശ്വാസം മാത്രം വലിച്ചു കിടക്കുന്ന ആ ശരീരം, ആ ആശുപത്രിക്കുള്ളിലെ ICUവിൽ കിടന്ന ആ ശരീരം എൻ്റെ മകൻ ജിയാൻ്റെത് തന്നെയാണോ? ദൈവമേ, ഇതൊരു ദുസ്വപ്നം മാത്രമായിരിക്കണേ എന്ന് ദമീർ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അയാളുടെ മടിയിലേക്ക് ഒരു ബോട്ടിൽ വെള്ളം വലിച്ചെറിഞ്ഞിട്ട് ദുമാൻ പുറത്തേക്ക് പോയി. ഇത് നടക്കുന്നതിൻ്റെ തലേന്ന് രാവിലെ ദമീർ അയാളുടെ വീടിന് മുന്നിൽ അയാളുടെ ടാക്സി കഴുകി വൃത്തിയാക്കുകയാണ്. ദിവസവും തുടച്ച് മിനുക്കി കഴുകി വൃത്തിയാക്കി വെക്കും അയാളുടെ ടാക്സി. ഇസേൽ, ദമീറിൻ്റെ ഭാര്യ, അവളുടെ ഷാമ്പൂ എടുത്ത് വെള്ളത്തിൽ കലക്കിയാണ് ഇയാൾ ഈ കാറ് കഴുകി വൃത്തിയാക്കുന്നത്. അവൾക്ക് പരിഭവം. ഇസേൽ വന്ന് പറയും, എൻ്റെ ഷാമ്പൂ കൊണ്ട് ഇതിങ്ങനെ കഴുകി എപ്പോഴും വൃത്തിയാക്കി കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, വല്ലവൻ്റെ വണ്ടിയല്ലേ മനുഷ്യ അത്? നിങ്ങളിനി എന്നാണ് സ്വന്തമായിട്ട് ഇതുപോലൊരു കാറ് വാങ്ങിക്കാൻ പോകുന്നത് എന്നവൾ ചോദിച്ചു. അപ്പൊ ദമീർ പറഞ്ഞു, എല്ലാം നടക്കോടി, ജിയാൻ ഒരു കര പറ്റട്ടെ, എല്ലാം നമുക്ക് സാവധാനം സ്വന്തമാക്കാം. അവരുടെ കുഞ്ഞ് സ്വപ്നങ്ങൾ. അവരുടെ ഗ്രാമം വിട്ട് ഇസ്താംബുളിലേക്ക് അവർ താമസം മാറ്റിയപ്പോൾ ആ ചെറിയ വീട്ടിൽ, ആ അഴുക്ക് ചാലുകൾ പുരണ്ട ആ ചേരിക്കടുത്തുള്ള 2 മുറിയുള്ള ഇടുങ്ങിയ ആ വീട്ടിൽ അവർ ജീവിതം ആരംഭിക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഒക്കെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഇസേൽ അകത്ത് പോയി ദമീറിന് കഴിക്കാൻ വേണ്ട ഭക്ഷണം ഒരുക്കി വെച്ചു. അന്ന് രാവിലെ ഉണ്ടാക്കിയ ബ്രെഡ് മുറിച്ച് അതിൽ വെണ്ണ പുരട്ടി അവൾ അയാളെ ഭക്ഷണത്തിന് വിളിച്ചു. അകത്തേക്ക് കടക്കുമ്പോൾ ദമീർ ചോദിച്ചു, ജിയാൻ എവിടെ? ആ, അവൻ്റെ കാര്യമൊന്നും പറയണ്ട. രാവിലെ അവൻ്റെ കൂട്ടുകാരി ദിലാര വന്നിരുന്നു. അവൾ വന്ന് ഹോണടിച്ചപ്പോൾ ഒരു ചായ മാത്രം കുടിച്ചിട്ട് അവൻ അവളുടെ കൂടെ പിന്നാലെ കയറി പോയിട്ടുണ്ട് എങ്ങോട്ടോ. സാരല്ലടി, കുട്ടികളല്ലേ, അവർക്ക് ഇപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ കഴിയാൻ കഴിയുള്ളൂ. അവൻ ജീവിക്കട്ടെ സന്തോഷത്തോടെ. നിങ്ങൾക്കത് പറയാം. നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവരാണെങ്കിൽ നമ്മുടെ ആളുകൾ പോലുമല്ല. നീ അങ്ങനെയൊന്നും അവനെ വിലക്കല്ലേ. നമ്മുടെ പൂർവികർ ചെയ്ത തെറ്റുകൾക്ക് നമ്മുടെ കുട്ടികൾ എന്ത് പിഴച്ചു? അവരെങ്കിലും സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ പരസ്പരം ഇടകലർന്ന് ജീവിക്കട്ടെ. അതല്ലേ ശരി. അവളുടെ മുറുമുറുപ്പ് അപ്പോഴും ഒന്നും അടങ്ങിയില്ല. ആ സമയത്ത് ദമീറിൻ്റെ ഫോൺ ബെല്ലടിച്ചു. അപ്പോൾ മുതലാളിയാണ് വിളിക്കുന്നത്, ടാക്സിയുടെ. ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്ന സമയമാണ്. അപ്പോൾ നേരത്തെ ചെന്നില്ലെങ്കിൽ അയാൾ വഴക്ക് പറയും. ഭക്ഷണം കഴിച്ചത് പകുതിയാക്കി ഉപേക്ഷിച്ചിട്ട് അയാൾ ഒരുങ്ങാനായി മുറിക്കുള്ളിലേക്ക് പോയി. ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാത്തതിൻ്റെ കുറ്റവും പിറുപിറുക്കലുമായിട്ട് ഇസേലും പുറത്തേക്ക് പോയി. ഇസേൽ അപ്പോൾ പുറത്ത് ആരോടോ സംസാരിക്കുന്നത് അകത്ത് കയറിയ വേഷം മാറുന്നതിനിടയിൽ ദമീർ കേൾക്കുന്നുണ്ട്. ദമീർ വേഷം മാറിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഇയാളുടെ കതവിൽ ആരോ വന്ന് തട്ടി. ഇയാൾ മുറിയുടെ കതവ് തുറന്നപ്പോൾ ഇസേലാണ്. അവളാകെ പരിഭ്രമിച്ചിരിക്കുന്നു, പേടിച്ച് വിറച്ചിരിക്കുന്നു. അവൾ ഓടി കട്ടിലിനുള്ളിൽ കയറി കട്ടിലിൻ്റെ മുകളിൽ കയറിയിരുന്നു. അപ്പോൾ ദമീർ എന്നോട് ചോദിച്ചു, എന്തു പറ്റി? എന്താ നിനക്ക്? എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇസേൽ പറഞ്ഞു, നമ്മുടെ അടുത്തുള്ള തെരുവിലെ മോളിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. 4 പേർ മരിച്ചു എന്നാണ് അറിഞ്ഞത്. പെട്ടെന്ന് ദമീറിന് അടങ്ങിപ്പോയി. അയാളുടെ വായിൽ അറിയാതെ ആ പേര് വന്നു, ജിയാൻ. ജിയാൻ എവിടെ പോയി? അവൻ എപ്പോഴും കൂട്ടുകാരുമായിട്ട് ആ മാളിൻ്റെ മുൻപിലുള്ള പടികളിലാണ് ഇരിക്കാറ്. ഇന്നും അവൻ അങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. ഇസേൽ കരയാൻ തുടങ്ങി. പെട്ടെന്ന് ദമീർ ഫോൺ എടുത്ത് അവനെ വിളിക്കാൻ ശ്രമിച്ചു.
അപ്പോൾ ഇസേൽ പറഞ്ഞു, ഞാൻ അവനെ വിളിച്ചു, അവൻ ഫോൺ എടുക്കുന്നില്ല. ദമീർ പറഞ്ഞു, നീ വിഷമിക്കല്ലേ, ഞാൻ പോയി എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചു വരാം, നീ വിഷമിക്കാതിരിക്കുക. പക്ഷേ അയാളുടെ ഉള്ളിലെ വേവലാതി അയാൾക്ക് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. ആ നിന്ന നിപ്പിൽ ദമീർ ഇറങ്ങി ഓടി. അപ്പോൾ അവിടെ സ്ഥിതിഗതികളാകെ മാറി മറിഞ്ഞിരുന്നു. ആംബുലൻസുകൾ, പോലീസ് വണ്ടികൾ, ആളുകളുടെ ബഹളങ്ങൾ. ഇതിനിടയിലെല്ലാം ദമീർ ജിയാനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. ജിയാനെ എങ്ങും കാണുന്നില്ല. അയാൾ എല്ലായിടത്തും പോയി എത്തി നോക്കുന്നുണ്ട്. കൂടി നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ, പരിക്കേറ്റവരുടെ ഇടയിൽ ഒക്കെ ദമീർ അലഞ്ഞു തിരിഞ്ഞ് വേവലാതി കൊണ്ട് തൻ്റെ മകൻ അവരുടെ കൂട്ടത്തിലുണ്ടോ എന്ന് അന്വേഷിച്ചു. അപ്പോൾ പുറകിൽ നിന്നൊരു വിളി കേട്ടു, അമ്മാവാ. ദമീർ തിരിഞ്ഞു നോക്കിയപ്പോൾ നിജാസാണ്, ജിയാൻ്റെ സുഹൃത്ത്. നിജാസിനെ കണ്ടതും ദമീർ ഓടി വന്നു. മോനെ, എന്താ ഉണ്ടായത്? അമ്മാവ, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ബീച്ചിൽ പോവാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. 2 പേര് വരാൻ വൈകിയതുകൊണ്ട് ഇവിടെ കൂടാമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ദിലാരയ്ക്ക് ഒരു കാപ്പി വേണമെന്ന് പറഞ്ഞത്. അവൾക്ക് കാപ്പി വാങ്ങാൻ ബാഗും കൊണ്ട് അകത്തേക്ക് പോയതാണ് അവൻ. അപ്പോഴാണ് എന്താണ് തൻ്റെ മകന് സംഭവിച്ചതെന്ന് ഇയാൾക്കറിയില്ല. ദമീറിനോട് ഇത് പരമാവധി പറയാതിരിക്കാൻ നിജാസ് കഷ്ടപ്പെട്ടു. പക്ഷേ അവനകത്തുള്ളപ്പോൾ തന്നെയാണ് ആ സ്ഫോടനം സംഭവിച്ചിരിക്കുന്നത്. തൻ്റെ മകൻ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അപ്പം നിജാസ് പറഞ്ഞു, അമ്മാവൻ വിഷമിക്കേണ്ട, പുറത്തേക്ക് കൊണ്ടുപോയവരുടെ കൂട്ടത്തിലൊന്നും അവനില്ല, ഞങ്ങൾ നോക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇനി എന്തു ചെയ്യും? നമുക്ക് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കാം. അവർ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു. പോലീസ് സ്റ്റേഷൻ ആളുകൾ കൊണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. ഇവരെയൊന്നും പരിഗണിക്കുന്ന പോലുമില്ല. ഒരു പരാതി എഴുതി നൽകാൻ പറഞ്ഞു. അയാളൊരു പരാതി എഴുതി കൊടുത്തു. പരാതി വാങ്ങിയ പോലീസുകാരൻ നോക്കാം എന്ന് ഒഴുക്കൻ മട്ടിൽ ഒരു മറുപടി പറഞ്ഞ് അവരോട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ എവിടെ പോയി അന്വേഷിക്കും തൻ്റെ മകനെ എന്നറിയാതെ ഇവർ പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് നിജാസ് പറഞ്ഞു, നമുക്ക് ആശുപത്രിയിലൊന്ന് പോയി നോക്കാം. അപ്പോൾ അവർക്കൊരു ചെറിയ സൂചന കിട്ടി, ആശുപത്രിയിൽ അവനുണ്ടാകും എന്ന്. അവരവിടെ ചെല്ലുന്നു. പക്ഷെ അവിടെ എങ്ങും അവർക്ക് അവനെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ആ രാത്രി ഇസേലിനോട് എന്ത് മറുപടി പറയുമെന്നറിയാതെ ദമീർ വീട്ടിലേക്ക് വരുന്നു. അവിടെ നിരവധിയായ ചോദ്യങ്ങൾക്ക് അയാൾക്കൊരു മറുപടിയും പറയാനില്ലാതെ വിറങ്ങലിച്ച് വാവിട്ട് കരഞ്ഞ് അയാളും അവിടെ കൂടുന്നു. ഇന്ന് അവർക്കൊരു കോള് വരുന്നു ദമീറിൻ്റെ ഫോണിലേക്ക്. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ആ കോള്. ദമീർ ബൻസായി? അതെ. നിങ്ങളുടെ മകൻ ഇവിടെ ICUവിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവനെ ഇത് മാത്രമാണ്, നിങ്ങളൊന്ന് ഇവിടെ വരെ വരണം, ഇത്ര മാത്രമാണ് ആ ഫോണിലെ അറിവ്. ഒരു പിറ്റേ ദിവസം നേരം വെളുക്കുന്നത് വരെ കാത്തിരുന്നിട്ട് ദമീറും നിജാസും കൂടി ആശുപത്രിയിൽ ചെല്ലുന്നു. അപ്പോൾ പോലീസുകാരുണ്ട്. അവരാരും പരസ്പരം ഒന്നും മിണ്ടുന്നില്ല. ഇവർ പോയി എല്ലാവരോടും അന്വേഷിക്കുന്നുണ്ട്. അവിടുത്തെ ഒരു റിസപ്ഷനിസ്റ്റ് പറയുന്നു, ICUവിലാണ് തൻ്റെ കുട്ടിയുള്ളത്. ഇത് കേട്ടുകൊണ്ടൊരു പോലീസുകാരൻ വന്നു. നിങ്ങളാണോ ദമീർ? അതെ. നിങ്ങളെ പോലീസ് ഏമാൻ അന്വേഷിക്കുന്നുണ്ട്, ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം എന്ന് പറയുന്നു. നിജാസ് ഞാനും വരാമെന്ന് പറഞ്ഞപ്പോൾ, നീ വരണ്ട, ഞങ്ങൾ ഇയാളെ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നോളാം എന്ന് പറഞ്ഞ് പോലീസുകാർ അവിടെ നിന്ന് ദമീറിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ചാണ് ദുമാൻ ദമീറിനെ ചോദ്യം ചെയ്തത്. ആ അടി കൊണ്ട ആഘാതത്തിൽ നിന്ന് അയാൾ തിരിച്ചു വന്നപ്പോൾ മുമ്പിൽ മറ്റൊരു ഉദ്യോഗസ്ഥൻ നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ പേര് ഹിഷാം എന്ന്.
അയാൾ കുറച്ചുകൂടിയൊക്കെ മയത്തിലും മര്യാദയിലുമാണ് ദമീറിനോട് പെരുമാറിയത്. അയാൾ പറഞ്ഞു, നോക്ക്, നിൻ്റെ മകൻ ഒരു വലിയ പ്രശ്നത്തിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത്, അവനെ നമുക്ക് രക്ഷിക്കണ്ടേ. അയാളുടെ ആ ചിരി കണ്ടപ്പോൾ ദമീറിന് തോന്നി ഇയാൾക്ക് ചിരിച്ചുകൊണ്ടൊരു മനുഷ്യനെ കഴുത്തറുത്ത് കൊല്ലാനും കഴിയും. അവനെ ഞങ്ങൾ രക്ഷിക്കാം, പക്ഷേ നീ ഞങ്ങൾക്ക് പകരം എന്ത് ചെയ്തു തരും എന്നതാണ് ഹിഷാമിൻ്റെ ചോദ്യം. ഇയാൾ പറഞ്ഞു, ഏമാനെ, എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല തരാൻ. ഞാനൊരു ടാക്സി ഡ്രൈവർ, പിന്നെ എൻ്റെ ഭാര്യ ഇസയിൽ വല്ലപ്പോഴും ഒക്കെ റൊട്ടിയൊക്കെ ഉണ്ടാക്കി ബേക്കറിയിലൊക്കെ വിറ്റ് കിട്ടുന്ന കുറച്ച് പൈസ, അതൊക്കെയുള്ളൂ. അപ്പം അയാൾ ചിരിച്ചു വീണ്ടും. പൈസ വേണമെന്ന് നിൻ്റെ അടുത്ത് ആര് പറഞ്ഞു? പണമൊന്നും നീ ഞങ്ങൾക്ക് തരണ്ട, പക്ഷേ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം നീ ചെയ്താൽ മതി. അപ്പം അയാൾ ചോദിച്ചു, എന്താ യമാനെ ഞാൻ ചെയ്യേണ്ടത്? നീ ഞങ്ങൾക്ക് വേണ്ടി ഒരു സാക്ഷിയാവണം. എനിക്ക് മനസ്സിലായില്ല യമാനെ. ഈ രാജ്യദ്രോഹമൊക്കെ ചെയ്യുന്ന മനുഷ്യരുണ്ടല്ലോ, അവർക്കെതിരെ നീ ഒരു സാക്ഷി പറയണം. സാക്ഷി പറഞ്ഞാൽ അത്ര മതി. നിനക്ക് ഞങ്ങൾ കുറച്ച് പണവും തരാം, നിനക്ക് സുഖമായി ജീവിക്കാം. എന്തു പറയുന്നു? ഇയാൾക്ക് ആദ്യം മനസ്സിലായില്ല. നിന്റെ മകനോടും ജിയാനോടും ഞങ്ങൾ ഇത് തന്നെയാണ് ആവശ്യപ്പെട്ടത്, പക്ഷെ അവൻ അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് അവനിപ്പോൾ ICUവിൽ കിടക്കുന്നത് എന്ന് കരുതി അവൻ ഈ കുറ്റത്തിന് പുറത്താണെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. അവൻ എത്ര കാലം വേണമെങ്കിലും പിടിച്ചകത്തിടാനുള്ള വകുപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട്. നിന്റെ മകനെ രക്ഷിക്കുന്നോ അതോ നീയും മകനെ പോലെ തന്നെ പെരുമാറാനാണോ നിന്റെ ഉദ്ദേശം? ആ പാവപ്പെട്ട മനുഷ്യന് മറുത്തൊരു മറുപടി ഉണ്ടായിരുന്നില്ല. അയാളുടെ മനസാക്ഷി പണയം വെച്ചിട്ട് അയാൾ പറഞ്ഞു, ഏമാനെ, നിങ്ങൾ പറയുന്ന എന്തും ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ഹിഷാം ഒരു കെട്ട് പണമെടുത്ത് ദമീറിന് നൽകുന്നു. ദമീർ പറഞ്ഞു, എനിക്ക് പണമൊന്നും വേണ്ട, എൻ്റെ മകനെ ഒന്ന് വെറുതെ വിട്ടാൽ മതി, വേറെ ഒന്നും വേണ്ട. അപ്പോഴും ഹിഷാം ചോദിക്കുക, നിന്റെ ജോലി ഇപ്പോഴും നിനക്ക് അവിടെ ഉണ്ടാവുമെന്നാണോ നീ കരുതുന്നത്? അതൊക്കെ പോയി. നീ ഈ പണം കൊണ്ട് ഒരു കാർ വാങ്ങ്, എന്നിട്ട് സ്വന്തമായി ടാക്സി ഓടിച്ച് നീ സുഖമായി ജീവിക്കാൻ തുടങ്ങും. എപ്പോൾ എവിടെ വന്ന് നീ സാക്ഷി പറയണമെന്ന് ഞങ്ങൾ പറയാം, അറിയിക്കാം. നിനക്കിപ്പോൾ പോകാം. നിസ്സഹായനായ ഒരു ദമീറിനെ നമ്മൾ കണ്ടു. സ്വന്തം മകന് വേണ്ടി അഭിമാനം പണയം വെച്ച ഒരച്ഛൻ. ഈ കുർബാനിൽ ആദ്യം മുതൽ ഇങ്ങനെയുള്ള രംഗങ്ങളാണ് നമ്മളെ ഈ പുസ്തകത്തിൻ്റെ അകത്ത് ഉടനീളം കൊണ്ടുപോകുന്നത്. മരവിച്ചു പോകുന്ന പല പല സന്ദർഭങ്ങളും നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ അനുഭവപ്പെടും. ഇനി ഈ കഥ ഞാൻ ഒറ്റയ്ക്ക് പറയുന്നില്ല. കഥ എഴുതിയ ആ എഴുത്താളെ, പ്രിയപ്പെട്ട ഹരിത ചേച്ചിയെ ഞാൻ സ്നേഹത്തോടെ, ഏറെ ബഹുമാനത്തോടെ കഥ പറയാനും നമ്മളോട് സംസാരിക്കാനും ക്ഷണിക്കുകയാണ്. ചേച്ചി, ചേച്ചി സ്വാഗതം. ഒരു കഥയുണ്ട് ചേച്ചി. ചേച്ചി ഇപ്പോൾ സിൻ വായിച്ചു, ഖുർബാൻ വായിച്ചു, റൂഹി, എല്ലാത്തിലും പുറത്താക്കപ്പെട്ട മനുഷ്യരുടെ വേദനകൾ, വേവലാതികൾ, അവരുടെ നിലനിൽപ്പിനുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് നമ്മുടെ കൺമുന്നിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ചേച്ചിയുടെ ഒരു ശൈലി പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഡോക്യു ഫിക്ഷൻ സ്റ്റൈലിലാണ് ചേച്ചി എഴുതിയിട്ടുള്ളത് പുസ്തകങ്ങൾ. മലയാളത്തിൽ അങ്ങനെ അധികം കണ്ടിട്ടില്ലാത്ത ഒരു റൈറ്റിംഗാണ്. ചേച്ചി എങ്ങനെയാണ് ആ ചേച്ചിയുടെ പേന അത്തരത്തിൽ ചലിച്ചു തുടങ്ങിയത്? ഞാനൊരു ഫ്രീലാൻസ് ജേർണലിസ്റ്റായിരുന്നു. ധാരാളം ആർട്ടിക്കിളുകൾ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന തരം അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന അത്രയും ആളുകളിൽ അത് എത്തുന്നില്ല എന്നെനിക്ക് മനസ്സിലായി. നമ്മുടെ നാട്ടുകാർക്ക് ഇതെവിടെയോ ദൂരെ എവിടെയോ നടക്കുന്ന കഥകൾ,
ആരുടെയൊക്കെയോ പ്രശ്നങ്ങൾ, ഇതൊന്നും നമ്മുടെ വിഷയങ്ങളല്ല, ഇതൊന്നും നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നുമില്ല എന്നൊരു തോന്നലാണ്. അതുകൊണ്ട് തന്നെ അവരാരും അത്തരം കാര്യങ്ങൾ വായിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നെനിക്ക് തോന്നി. ഇവരെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇത് വായിപ്പിക്കണം എന്നെനിക്കൊരു വാശി തോന്നി. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മരുന്ന് കൊടുക്കുന്നത് പഴത്തിനുള്ളിൽ വെച്ചിട്ടല്ലേ, അതുപോലെ ഫിക്ഷനിൽ പൊതിഞ്ഞ് ഞാൻ ആ മരുന്ന് വായനക്കാർക്ക് കൊടുത്തു. അവരത് സന്തോഷപൂർവ്വം കഴിക്കുകയും ചെയ്തു. പക്ഷെ അത് വായിച്ചു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഇല്ലാത്ത ശരീരം കൊണ്ട് നമ്മൾ മുറിവേൽക്കുക. നമ്മൾ വായിക്കുമ്പോൾ ഈ ദമീറോ അവരുടെ ശരീരം ഒന്നും നമ്മുടെ മുമ്പിലില്ല, പക്ഷെ നമുക്ക് മുറിവേൽക്കുന്നുണ്ട്. ചേച്ചി ഇസ്താംബുളിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ച് അറിയാം. ഈ ദമീറിനെയും ഇസ്രയേലിനെയും ജിയാനെയും ഒക്കെ ചേച്ചി കണ്ടിട്ടുണ്ടോ അവിടെ? എല്ലാ കുടുംബങ്ങളിലും ഇതുപോലെ ആരെങ്കിലും ഉണ്ടാവും. നഷ്ടങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അവിടെയുള്ള മനുഷ്യർ തലകുനിച്ച്, ചിന്തയിലാണ്ട്, പുകവലിച്ച് സ്വയം നഷ്ടപ്പെട്ട് നടക്കുന്നത് പോലെയുള്ള മനുഷ്യരെയാണ് ഞാൻ ദിയർബക്കറിൽ കണ്ടത്. ദിയർബക്കർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കുർദ് മജോറിറ്റി ഏരിയയുടെ തലസ്ഥാനമാണ്. ധാരാളം ഓരോ കുടുംബങ്ങളിലും ഇസലുകളുണ്ട്, ദമീർമാരുണ്ട്. ചെറുപ്പക്കാർക്കിടയിൽ നമ്മുടെ കഥാപാത്രങ്ങളെ പോലെയുള്ള ഒരുപാട് പേരുണ്ട്. അതേപോലെ അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഇവരുടെ ഒരു നിയന്ത്രണം എപ്പോഴും ഉണ്ടാകും. അങ്ങനെയാണോ? തീർച്ചയായിട്ടും ഉണ്ടാവും. അതായത് ഞാൻ കുർദിസ്ഥാൻ സന്ദർശിച്ചത് സിനിൽ പറഞ്ഞിരിക്കുന്ന കലാപം നടന്നിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ പോലും തെരുവുകളിൽ ഓരോ 5 മിനിറ്റ് കഴിയും തോറും കവചിത വാഹനങ്ങൾ ഇങ്ങനെ പതുക്കെ റോന്ത് ചുറ്റിക്കൊണ്ടേയിരിക്കും. അതിനുള്ളിലിരുന്ന് പട്ടാളക്കാർ നമ്മളെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കും. എല്ലാവരുടെയും മുഖത്തേക്ക് പരിചയമില്ലാത്ത അല്ലെങ്കിൽ സ്ട്രേഞ്ചായിട്ട് തോന്നുന്ന ആരെങ്കിലും കാണുന്നുണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. അവരുടെ വാഹനങ്ങളിൽ നിന്ന് തോക്കുകൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കാണും. ഭീതിയുടെ നിഴലിലായിരുന്നു അന്ന് ഞാൻ പോയപ്പോൾ. ഇപ്പോഴും സാഹചര്യം വലിയ വ്യത്യാസം ഒന്നുമില്ല എന്നാണ് അറിയുന്നത്. നമ്മൾ ഈ ഇസ്താംബുൾ യാത്ര എന്നൊക്കെ പറഞ്ഞ് മൊബൈലിലൊക്കെ കാണുന്ന അത്ര സുഖകരമായ സ്ഥലങ്ങളല്ല അപ്പോൾ ചേച്ചി പോയി സന്ദർശിച്ചത് അല്ലേ? തീർച്ചയായിട്ടും ടർക്കി വളരെ സുന്ദരമായ ഒരു രാജ്യമാണ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും സുന്ദരമായ രാജ്യം. കടലും പുഴകളും ഒക്കെ ഇടകലർന്നൊഴുകുന്ന, നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരം സൗന്ദര്യമാണ്. പക്ഷേ ആ സ്ഥലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം മറ്റൊരു തരം ആളുകളുണ്ട്, മറ്റൊരു തരം ജീവിതമുണ്ട്, വേറെ തരം നാടുണ്ട്, അതിദാരിദ്ര്യം നിലനിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ ഈ ദിയർബക്കർ എന്ന സ്ഥലം സിറിയയോട് ചേർന്ന് കിടക്കുന്ന സിറിയൻ ബോർഡറാണ്. ഏകദേശം ഒരു 1000-1500 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലമാണ് ഇസ്താംബുളിൽ നിന്ന്. അവിടെയുള്ള ആളുകൾ ഒരുപാട് ദാരിദ്ര്യം, തൊഴിലില്ലായ്മ ഒക്കെ അനുഭവിക്കുന്ന ആളുകളാണ്. ഈ ടൂറിസ്റ്റിക്കായിട്ടുള്ള ഏരിയകളിൽ നമ്മൾ കാണുന്ന സൗന്ദര്യവും സുഭിക്ഷതയും ഒന്നും അവിടെ ഇല്ല. അവിടെ ദാരിദ്ര്യവും ഭയവും മാത്രമേ ഉള്ളൂ. എഴുതുന്ന സമയത്ത് ചേച്ചിയുടെ ഫീൽ എന്തായിരുന്നു? ഇതെങ്ങനെ സർവൈവ് ചെയ്ത് ഇത് എഴുതാൻ കഴിഞ്ഞു? ചേച്ചിക്ക് അറിയാം ഇത് എഴുതുന്നതൊന്നും നുണയല്ല. ഒരു ദമീറിലൂടെയും ഒരു ഇസലിലൂടെയും ഒരു ജിയാനിലൂടെയും ഒരു ദിലാരയിലൂടെയും ഒക്കെ ഇത് എഴുതുന്നു. പക്ഷേ വളരെ ബുദ്ധിമുട്ടായിരുന്നു അത് എഴുതുന്നത്. നമ്മൾ കണ്ട ജീവിതങ്ങളാണ്. അതുകൊണ്ട് ഒരുപാട് പ്രയാസപ്പെട്ടാണ് എഴുതിയത്. അതുകൊണ്ട് പ്രയാസപ്പെട്ട് വായിക്കുകയും പ്രയാസപ്പെട്ട് കഥ പറയുകയും വേണം. ചേച്ചി അടുത്തൊരു ഭാഗം ഞാൻ പറയട്ടെ. ഓക്കെ. കള്ളസാക്ഷി പറയാൻ തയ്യാറായി ദമീർ നിൽക്കുന്നു. ദമീറിന് ആകെ ഒരു കണ്ടീഷനേ ഉള്ളൂ. ജിയാൻ ഇതറിയരുത്, ഇസൽ ഇതറിയരുത്, നിജാസ് ഇതറിയരുത്, ദിലാര അറിയരുത്, ഇവരാരും ഇതറിയരുത്. ഒരു അനോണിമസ് സാക്ഷിയാണ് അയാൾ. അതുകൊണ്ട് അയാൾക്ക് പുതിയൊരു പേര് നൽകപ്പെട്ടു, മുക്സ്ദാർ. ഒരു ഗുമസ്തൻ വിളിച്ചു വെച്ചു, മുക്സ്ദാർ. ദമീറിന് ആദ്യം മനസ്സിലായില്ല. പിന്നീടാണ് അയാൾ ആലോചിച്ചത്, മനസ്സിലിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുറപ്പിച്ചൊരു പേരാണത്, മുക്സ്ദാർ. അതിനർത്ഥം മുഖ്യൻ എന്നാണ് പോലും. ദമീർ തന്നെ സ്വയം പരിഹസിക്കുകയാണ്. വല്ല ഭൃത്യനെന്നോ സേവകനെന്നോ അടിമയെന്നോ ഒക്കെ അർത്ഥം വരുന്ന ഒരു പേര് മതിയായിരുന്നു തനിക്ക്.
അതായിരുന്നു കുറച്ചുകൂടി തനിക്ക് ചേരുന്ന പേര്. ഗുമസ്തൻ കുറച്ച് പേപ്പറുകളുമായിട്ട് അയാളുടെ അടുത്ത് വന്നു. എവിടേക്കോ ഒപ്പിടാൻ പറഞ്ഞു. അവിടെ എല്ലാം മുക്സ്ദാർ എന്ന ദമീർ ഒപ്പിട്ട് കൊടുത്തു. അപ്പോഴേക്കും ദുമാനും ഹിഷാമും എത്തി. എന്താ ദമീർ, ഓക്കെ അല്ലേ? അയാൾ വിറങ്ങലിച്ച് നിന്നു. താൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയില്ല. ആർക്കെതിരെയാണ് താൻ കള്ളസാക്ഷി പറയേണ്ടതെന്നൊന്നും അറിയില്ല. അയാളെ അവർ ഒരു ശീതീകരിച്ച മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. പതുപതുത്ത ഒരു കസേരയിൽ ഇരിക്കാൻ ആവശ്യപ്പെടുന്നു. ദമീർ ഇരിക്കുന്നു. അപ്പൊ വീണ്ടും ഹിഷാം ഒന്നുകൂടി ചോദിക്കുന്നു. ഇയാളുടെ ഒരു പരിഭ്രമവും ഇയാളുടെ ഒരു അങ്കലാപ്പും ഒക്കെ കണ്ടപ്പോൾ ഹിഷാമിനും ദുമാനും ഒരു സംശയം. ഇവർക്ക് അനുയോജ്യമായ അയാൾ സംസാരിക്കാതിരിക്കുമോ എന്നൊരു പേടി. വീട്ടിലെല്ലാവർക്കും സുഖല്ലേ? എൻ്റെ സുന്ദരിയായ ഭാര്യ ഇസേലിന് സുഖല്ലേ? മകൻ ജിയാൻ വീട്ടിൽ സുഖമായിരിക്കുന്നില്ലേ? അവന് കാലിനൊരു ഫ്രാക്ചറുണ്ട്, അതൊഴിച്ചാൽ അവന് ഭക്ഷണമൊക്കെ കഴിക്കാൻ കിട്ടുന്നില്ലേ? നിന്റെ വണ്ടിയൊക്കെ നീ നന്നായി ഓടിക്കുന്നില്ലേ? പിന്നെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നല്ലോ നിന്റെ മകൻ്റെ, നിജാസും ദിലാരയും ഒക്കെ സുഖമായിരിക്കുന്നില്ലേ എന്നയാള് വീണ്ടും വീണ്ടും അയാളെ ഓർമ്മപ്പെടുത്തുകയാണ്. അയാളെ കുത്തി കുത്തി വീണ്ടും നോവിക്കുകയാണ്. ഇയാളെ ഞാൻ പറഞ്ഞോളാം മോനെ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നു. പെട്ടെന്ന് വെളിച്ചം തെളിയുന്നു. ആ വെളിച്ചം അയാളുടെ കണ്ണിൽ കുത്തി. ക്യാമറ ഓണായി. തൻ്റെ മുന്നിൽ ഒരു സ്ക്രീൻ തെളിഞ്ഞു. അതിൽ ഒരു ചെറുപ്പക്കാരൻ്റെ ചിത്രം. ദമീർ ഞെട്ടിപ്പോയി. ജിയാനാണോ അത്? അയാൾ ഒന്നുകൂടി കണ്ണു തിരുമ്മി നോക്കി. അല്ല, ജിയാനല്ല. ഏതാണ്ട് ജിയാനെ പോലിരിക്കുന്ന മറ്റൊരു കുട്ടി. മീശയൊക്കെ മുളച്ചു വരുന്ന ഒരു ചെറുപ്പക്കാരൻ. ജിയാനേക്കാളും ചിലപ്പോൾ 1-2 വയസ്സ് കൂടും അവന്. കട്ടിയുള്ള പുരികങ്ങൾ. തളർന്ന അവശനാണെങ്കിലും തീക്ഷ്ണമായ അവൻ്റെ കണ്ണുകൾ അത് ജ്വലിക്കുന്നുണ്ടായിരുന്നു. ദമീർ ശരിക്ക് സൂക്ഷിച്ചു നോക്കി. ഓ, ഇവനാണ് ഹെമിൻ മുഹമ്മദി. ഇവനെതിരെയാണ് താൻ സാക്ഷി പറയാൻ പോകുന്നത്. അയ്യോ, അയാൾ ഭയന്നു, നടുങ്ങി. അവൻ എന്നെയാണോ നോക്കുന്നത്? ഏമാൻ പറഞ്ഞത് എന്നെ അവർക്ക് കാണാൻ കഴിയില്ലെന്നാണല്ലോ. പക്ഷെ അവൻ്റെ നോട്ടം എന്നെ പൊള്ളിക്കുന്നുണ്ടല്ലോ. ദമീർ വീണ്ടും ഭയപ്പെട്ടു. ഹിഷാം അവിടെ മാറി നിൽക്കുന്നുണ്ട് ക്യാമറയ്ക്ക് പിന്നിൽ. ഉടനെ മറ്റൊരു സ്ക്രീനിൽ വേറൊരാളുടെ രൂപം പ്രത്യക്ഷപ്പെട്ടു. കാഴ്ചയിൽ അയാളൊരു അഭിഭാഷകനാണെന്നാണ് മനസ്സിലായത്. അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് ഇയാളെ അറിയാമോ? ദമീർ ആ ചോദ്യം ആദ്യം കേട്ടില്ല. ദമീർ നടുങ്ങി വിറച്ച് നിൽക്കുകയാണ്. ഹിഷാം ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് അയാളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ ആംഗ്യം കാണിച്ചു. വിറച്ച് വിറച്ച് ദമീർ പറഞ്ഞു, അറിയാം. എങ്ങനെ അറിയാം? അയാൾ എൻ്റെ ടാക്സിയിൽ കയറിയിട്ടുണ്ട്. എവിടേക്കായിരുന്നു അയാൾ ടാക്സിയിൽ കയറിയത്? കടിക്കായ് ജെട്ടിയിലേക്ക്. അവിടെ നിന്ന് വേറൊരാൾ കൂടി ടാക്സിയിൽ കയറുമെന്ന് പറഞ്ഞു. ഇതെല്ലാം ദമീർ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർക്കുകയാണ്. ആരോ പറഞ്ഞ് പഠിപ്പിച്ചത് പറയുന്നത് പോലെ. ഇത് കേട്ടപ്പോൾ അതുവരെ ശാന്തനായി നിന്ന് ഹെമിൻ മുഹമ്മദി അലറി, അല്ല, ഇയാൾ കള്ളം പറയുകയാണ്. ഇയാളുടെ ടാക്സിയിൽ ഞാൻ കയറിയിട്ടില്ല. ഇയാളെ ഞാൻ കണ്ടിട്ടില്ല. ഇയാളെ ഞങ്ങൾക്കറിയില്ല. ഞെട്ടിപ്പോയി ദമീർ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനൊരു മറുപടി. ഇത്ര തീക്ഷ്ണമായി അവൻ തനിക്ക് നേരെ വിരൽ ചൂണ്ടുമെന്ന് ദമീർ പ്രതീക്ഷിച്ചില്ല. അയാൾ സ്തബ്ധനായിപ്പോയി. അയാളുടെ വായിൽ വാക്കുകൾ മുറിഞ്ഞുപോയി. അയാൾക്കൊന്നും പറയാൻ കഴിയാതെ വിറങ്ങലിച്ച് നിന്നുപോയി. ഹിഷാമിന് പെട്ടെന്ന് അപകടം മനസ്സിലായി. അയാൾ ക്യാമറയുടെ സ്വിച്ച് ഓഫ് ചെയ്തു. ക്യാമറയുടെ സ്വിച്ച് ഓഫ് ചെയ്തതും ദമീർ ചാഞ്ഞ്
ആ മേശപ്പുറത്ത് വീണു. ഹിഷാം അടുത്ത് വന്നിട്ട് കൂൾ അയാളുടെ തോളിൽ കൈവച്ച് ആശ്വസിപ്പിച്ചു. ഇത് ആദ്യമായതുകൊണ്ടാണ് ഇങ്ങനെ. നീ വിഷമിക്കണ്ട, സാരല്ല. നീ അവനെപ്പറ്റി ചിന്തിക്കല്ലേ. നിനക്ക് ലഭിക്കാൻ പോകുന്ന ദ്രവ്യത്തെക്കുറിച്ച് നീ ആലോചിക്കേ. നിന്റെ നല്ല നാളെയെക്കുറിച്ച് നീ ചിന്തിക്കേ. എന്തിനാണ് ഇങ്ങനൊരു രാജ്യദ്രോഹിയെക്കുറിച്ച് നീ വേവലാതിപ്പെടുന്നത്? ദമീർ ചോദിച്ചു. രാജ്യദ്രോഹിയോ? ആര്? ആ മീശ മുളച്ചിട്ടില്ലാത്ത കുട്ടിയോ? അവൻ വലിയ ശല്യക്കാരനാണ്. അവൻ ഇവിടെയുള്ള ഈ അഴുക്കിലും ചേരിയിലും ഒക്കെ പണിയെടുക്കുന്ന മനുഷ്യരെയൊക്കെ ഒരുമിപ്പിച്ചിട്ട് അവരെ ബോധവൽക്കരിച്ചിട്ട് തുല്യതയ്ക്ക് വേണ്ടിയിട്ട് അവൻ സമരം ചെയ്യും. അവനൊരു ശല്യക്കാരനാണ്. അതുകൊണ്ട് നീ അവനെപ്പറ്റി ചിന്തിക്കണ്ട. കുറെ തെണ്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്നവനാണ് അവൻ. ദമീർ ചോദിച്ചു, എമാൻ ഈ പറഞ്ഞ തെണ്ടികളുടെ കൂട്ടത്തിൽ ഞാനും ഒരാളല്ലേ? എനിക്ക് അവരെല്ലാവരെയും അറിയാം. ആ കുട്ടിയിലും എൻ്റെ മകനിലും അവൻ്റെ കൂട്ടുകാരിലും എല്ലാം ഒരു ഞാനും കൂടിയുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരു തുല്യനീതിക്ക് വേണ്ടി ഞങ്ങൾക്ക് പോരാടിക്കൂടാ? ഞങ്ങൾക്ക് സംസാരിച്ചുകൂടാ? ഞങ്ങൾക്ക് എന്താണ് കുഴപ്പം? ഹിഷാം ആ ചോദ്യത്തിനൊന്നും മറുപടി പറഞ്ഞില്ല. ദുമാൻ ചീറിപ്പാഞ്ഞടുത്ത് വന്ന് കൈവീശി ഒരടി കൂടി ദമീറിന്റെ മുഖത്ത് കൊടുത്തു. പെട്ടെന്നാണ് ദമീർ ആ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വന്നത്. തൻ്റെ മകനെ ഇപ്പോഴും വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം. അവർക്കെതിരെ എന്ത് നടപടിയും ഇവർക്ക് സ്വീകരിക്കാം. എമാനെ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, എന്നോട് ക്ഷമിക്കണം. ഹിഷാം അയാളുടെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, സാരല്ല, നീ ഇപ്പോൾ പോയിക്കോ, ഞങ്ങൾ നിന്നെ വിളിപ്പിച്ചോളാം, അപ്പം നീ വന്നാൽ മതി. അഭിമാനം നഷ്ടപ്പെട്ട ഇത്തരത്തിൽ അച്ഛന്മാരെ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് ചേച്ചി പറഞ്ഞത്. ചേച്ചി, ഇപ്പം നമ്മളിതിൽ ഹെമിൻ മുഹമ്മദി, അപ്പോൾ അവന് ലഭിക്കാൻ പോകുന്ന ശിക്ഷ 30 വർഷത്തേക്കോ 40 വർഷത്തേക്കോ തടവാണ്. ഇതൊക്കെ ശരിക്കും അങ്ങനെ തന്നെയാണോ? 40 വർഷമൊക്കെയാണോ അവിടെ ഈ ആൾക്കാരെ ജയിലിൽ ശിക്ഷിക്കുന്നത്? അതെ, എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ദിയർബക്കറിൽ ഒരു സുഹൃത്തുണ്ട്, അവളൊരു ജേർണലിസ്റ്റാണ്. ഞാനവിടെ ഒരു ഹോട്ടലിലാണ് താമസിച്ചു കൊണ്ടിരുന്നത്. ഒരു ദിവസം അവൾ റംസാൻ സമയമാണ്, അവൾ എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഒരു ദിവസം അവിടെ തങ്ങാം, നമുക്ക് ഒരുമിച്ച് റൊട്ടി ഉണ്ടാക്കാം. റംസാൻ സമയത്ത് അവരൊരു പ്രത്യേകതരം റൊട്ടി ഉണ്ടാക്കും, നമുക്കത് ഒരുമിച്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ അവളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഞാൻ അവിടെ പോയി. ഒരുപാട് മക്കളുള്ള വീടാണ്. അപ്പോൾ അവിടെ അച്ഛനും അമ്മയും ഈ 2 പെൺകുട്ടികളും മാത്രമേ ഉള്ളൂ. അവളുടെ ചില സഹോദരങ്ങളെയൊക്കെ വീഡിയോ കോൾ ചെയ്ത് എന്നെ കാണിച്ചു. നമ്മൾ സംസാരിച്ചു. വളരെ ശാന്തമായ ഒരു രാത്രിയാണ് കടന്നുപോയത്. നമ്മൾ ഒരുപാട് ചിരിച്ചു, സന്തോഷിച്ചു. കുറേ മാവൊക്കെ എടുത്ത് കുഴച്ച് പല രൂപത്തിലുള്ള റൊട്ടികളുണ്ടാക്കി. അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫോൺ റിങ് ചെയ്തു. അവൾ ഓടിപ്പോയി ഫോണെടുത്തു. വളരെ ശാന്ത സ്വഭാവിയായ മിതഭാഷിയായ ഒരു പെൺകുട്ടിയാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് അവൾ അങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുന്നത്. വളരെ ഇമോഷണലായി കരച്ചിലിൻ്റെ വക്കത്തെത്തുന്ന തരത്തിലുള്ള സംഭാഷണം. അച്ഛൻ വരുന്നു, അമ്മ വരുന്നു, അനിയത്തി വരുന്നു, എല്ലാവരും സംസാരിക്കുന്നു, ഒരു ബഹളം. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ തിരിച്ചു വന്നു. ഏകദേശം ഒരു 15 മിനിറ്റോളം അവർ സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ തിരിച്ചു വന്നു. അവൾ എൻ്റെ അടുത്തിരുന്ന് വീണ്ടും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. നമ്മൾ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്ന മര്യാദയല്ലല്ലോ. ഞാൻ ഒന്നും ചോദിച്ചില്ല. അവൾ എന്നോട് ചോദിച്ചു, നിനക്കറിയാമോ എൻ്റെ സഹോദരൻ ജയിലിലാണെന്ന്? ഞാൻ അമ്പരന്ന് പോയി. എനിക്ക് അതുവരെ ഒരു സൂചന പോലും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്കറിയില്ല. അവൾ പറഞ്ഞു, 20 വർഷമായി, നിൻ്റെ പ്രായമാണ്, 20 വർഷമായി പുള്ളി ജയിലിലാണ്. ഇനി ഒരു 20 വർഷം കൂടി ജയിലിൽ കിടക്കേണ്ടി വരും. അത് 24 വയസ്സുള്ളപ്പോൾ ഒരു പ്രകടനത്തിൽ പങ്കെടുത്തതിന് പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തതാണ്.
ഇത്തരം അറസ്റ്റുകൾ സമൂഹത്തിൽ ഭയം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതായത് കുട്ടികൾ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാതിരിക്കാൻ, ഗവൺമെൻറ്റിനെതിരെ അല്ലെങ്കിൽ അനീതികൾക്കെതിരെ പ്രതികരിക്കാതിരിക്കാൻ, തുല്യതയ്ക്ക് വേണ്ടി വാദിക്കാതിരിക്കാൻ, അങ്ങനെയാണ് ഈ കുട്ടികളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നത്. ഇത് ഒരു വാർണിംഗ് ആണ് കുടുംബങ്ങൾക്ക്. അങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന കുട്ടികളുടെ അവരെ കുടുംബത്തിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള ജയിലിൽ അവർ കൊണ്ടുപോവുകയുള്ളൂ. എന്നുവെച്ചാൽ ഒരു കാരണവശാലും വിസിറ്റ് ചെയ്യാൻ, അഥവാ വർഷത്തിലൊരിക്കലോ മറ്റോ ഇവർ പൈസയൊക്കെ സ്വരൂപിച്ച് അവിടെ മകനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ സന്ദർശനം നിഷേധിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇത് വായിക്കുന്നവർക്ക് തോന്നും ഇത് നടക്കുന്ന കാര്യമാണോ, ഇതൊക്കെ ഈ ലോകത്ത് സംഭവ്യമാണോ എന്ന് തോന്നാം. പക്ഷേ ഇതൊക്കെ നടക്കുന്നതാണ്. ഇതൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. ഇതിൽ ഒരു വക്കീൽ പറയുന്ന ഒരു വാചകമുണ്ട്. അതിൽ ഒരു നേരനുഭവം പറയുന്നതാണ്. അയാളുടെ അടുത്ത് വന്ന ഒരു സഹോദരൻ, ആ സഹോദരൻ്റെ അനിയൻ്റെ ജഡം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏറ്റുവാങ്ങിയ കാഴ്ചയാണ് പറയുന്നത്. വക്കീലെ, ഞാൻ അവൻ്റെ ശരീരം എൻ്റെ കയ്യിൽ വാങ്ങുമ്പോൾ അവൻ്റെ കഴുത്തിൽ കയറുകൊണ്ട് വലിഞ്ഞു മുറുക്കിയ നീലപ്പാടുകളുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ തുറിച്ചുന്തി ചോര വാർന്ന അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഒരു വലിയ മരം മറിഞ്ഞു വീണാൽ എങ്ങനെയുണ്ടാവും, അതുപോലെയാണ് അവൻ്റെ നെഞ്ചിലെ ചതവുകളും ഒടിവുകളും മുറിവുകളും ഉണ്ടായിരുന്നത്. അവൻ്റെ മേൽച്ചുണ്ട് എൻ്റെ ഈ ഒരു മുഷ്ടിയുടെ അത്ര വലിപ്പം ഉണ്ടായിരുന്നു. അവൻ ചെയ്ത തെറ്റെന്താണെന്നറിയില്ല, അവൻ എങ്ങനെയാണ് മരിച്ചതെന്നറിയില്ല. ഇങ്ങനെ അനുഭവിക്കുന്ന മനുഷ്യരുടെ ഒരു ലോകം നമ്മുടെ ഇടയിൽ ജീവിക്കുന്നവരാണ് എന്നുള്ള തിരിച്ചറിവാണ് നമ്മളെ ഇത് കൂടുതൽ പേടിപ്പിക്കുന്നത്. ചേച്ചി, ഇനി ചോദിക്കാനുള്ളത്, ഇതിപ്പോൾ നമ്മൾ പറയുന്നു ഇത് തുർക്കിയിലല്ലേ, അല്ലെങ്കിൽ അത് പലസ്തീനിലല്ലേ, ഇന്ത്യയിൽ എത്രത്തോളം സുരക്ഷിതമാണ്? ലോക്കപ്പ് മരണങ്ങൾ നമ്മുടെ നാട്ടിലും ഇല്ലേ? നമ്മളതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ടോ? ഇതൊക്കെ വളരെ നോർമലൈസ് ചെയ്യപ്പെട്ടു പോയിരിക്കുന്നു. ഒരു ലോക്കപ്പ് മരണം ഉണ്ടായി, അതത്രയേ ഉള്ളൂ. ഈ പുസ്തകം വായിച്ചിട്ട് പലരും ഇതൊക്കെ നടക്കുന്നുണ്ടോ, നമ്മുടെ ഇങ്ങനെയൊക്കെ നടക്കുമോ? ഞാൻ അപ്പോൾ അവരോടൊക്കെ ചോദിക്കും, നിങ്ങളുടെ ചുറ്റും ഒന്ന് നോക്കൂ, ലോക്കപ്പ് മരണങ്ങൾ നടക്കുന്നില്ലേ? പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മാനഭംഗപ്പെടുന്ന സ്ത്രീകളില്ലേ? എത്രയോ പേരുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്കിത് നമ്മുടെ നാട്ടിലും സംഭവിക്കുന്നതാണെന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല? നിങ്ങൾ സ്വന്തം കണ്ണുകൾ തുറന്ന് ചുറ്റുമൊന്ന് നോക്കിയാൽ മതി. അതിനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതല്ലെങ്കിൽ ഭയം കൊണ്ടോ സ്വാർത്ഥത കൊണ്ടോ നമ്മൾ ചുറ്റും നോക്കാൻ മടിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. ഇതെല്ലാ രാജ്യങ്ങളിലും ഉണ്ട്, ഏറിയും കുറഞ്ഞു. നമ്മുടെ നാട്, ഞാനിപ്പോൾ ടർക്കി അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. നമ്മുടെ നാട് അതേ വഴിയിലൂടെയാണ് പോകുന്നത്. നമ്മുടെ നാടും അതുപോലെ കറപ്റ്റഡാണ്. ജുഡീഷ്യൽ സിസ്റ്റം കറപ്റ്റഡാണ്. നമ്മുടെ ന്യായാധിപന്മാരുടെ വിധികൾ രാഷ്ട്രീയത്താൽ ഇൻഫ്ലുവൻസ്ഡാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ വലിയ പദവികൾ ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കില്ല, അല്ലെങ്കിൽ ഇതൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല. അങ്ങനെയല്ല. ഈ കറപ്ഷൻ ആണെങ്കിലും ഒരു രാജ്യത്ത് നടക്കുന്ന എല്ലാ അനീതികളും ഏറ്റവും ആദ്യം ബാധിക്കുന്നത് സാധാരണ മനുഷ്യരില്ല. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത ആളുകൾ. അവരെ ഉപയോഗിച്ചിട്ടാണ് അധികാരം പിടിക്കുന്നത്. അവരാണ് ഇരകൾ. അത് നമ്മൾ മനസ്സിലാക്കണം. എന്തോ അവർക്ക് മേലെ നമുക്കിതെല്ലാം ചെയ്യാനുള്ളൊരു അവകാശവും ഉണ്ടെന്നൊരു തോന്നലാണ് അല്ലേ? അതെ. നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ ദിവസം ആൾക്കൂട്ട കൈകാര്യം ചെയ്തൊരു മനുഷ്യൻ മരിച്ചുപോയില്ലേ? ഒരു മനുഷ്യൻ്റെ ജീവനാണ് പോയത്. എന്തിനാണ് അവനെ തല്ലിയതെന്ന് ചോദിച്ചാൽ എന്തോ ഒരു കുറ്റം അവനിൽ ആരോപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വരുന്നവനും പോകുന്നവനും ഒക്കെ അവനെ തല്ലാൻ എന്തോ അധികാരമുണ്ടെന്നൊരു തോന്നലാ. ഈ തോന്നൽ തന്നെയല്ലേ ഇത്തരം മനുഷ്യർക്ക് മേലെ ഭരണകൂടം നടത്തുന്ന ഈ വേട്ടയാടലുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെ അല്ലേ? അതെ. നീ ബംഗ്ലാദേശി അല്ലേ എന്ന് ചോദിച്ചിട്ടാണ് അടിച്ചത്. ഈ ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ ഒരിക്കൽ നമ്മുടെ ഭാഗമായിരുന്നു. ഏതോ രാഷ്ട്രീയക്കാർ ഒരു സുപ്രഭാതത്തിൽ പെൻസിലെടുത്ത് ഒരു ഭൂപടത്തിൽ വരച്ച വര കൊണ്ട് നമ്മുടെ ഭാഗമല്ലാതായി പോയ നമ്മുടെ മനുഷ്യർ.
അവരെയാണ് ഇപ്പോൾ പാകിസ്ഥാനികൾ, ബംഗ്ലാദേശികൾ എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്നത്, ശത്രുക്കളായി കാണുന്നത്, കൈ കിട്ടിയ തല്ലിക്കൊല്ലുന്നത്. ചേച്ചി, ഞാൻ ഇതിലെ ഏറ്റവും വേദനിപ്പിച്ചൊരു ഭാഗം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. ഓക്കെ. ദർദ് എന്നാണ് ഈ ചാപ്റ്ററിന് ചേച്ചി പേരിട്ടിരുന്നത്. അത് ആ ഒരു കാര്യം കൂടി ഒന്ന് പറയണം. ഇതിലെ എല്ലാ അധ്യായങ്ങൾക്കും ഈ കുർദിഷ് ഭാഷയിലാണ് ചേച്ചി അതിൻ്റെ ടൈറ്റിലുകൾ കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരു രാഷ്ട്രീയമുണ്ട്. കാര്യം കുർദിഷ് ഭാഷ അവർക്കവിടെ പഠിക്കാനുള്ള അവകാശമില്ല. ഇവരുടെ സ്വന്തം ഭാഷ, ഇവർക്ക് ലിപിയുള്ള ഭാഷയുണ്ട്. അത് പഠിക്കാനുള്ള അവകാശം അവർക്ക് ഈ തുർക്കിയിലോ ഇറാനിലോ ഇവർ കുടിയേറി കഴിയുന്ന രാജ്യങ്ങളിലില്ല. അതുകൊണ്ടൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഇവരുടെ മുതിർന്ന മനുഷ്യർക്ക്, മുത്തശ്ശന്മാർക്കോ മുത്തശ്ശിമാർക്കോ തങ്ങളുടെ പേരക്കിടാങ്ങളോട് സംസാരിക്കാൻ കഴിയില്ല. അവർക്ക് ഈ കുറുമാഞ്ചി ഭാഷ മാത്രമേ വശമുള്ളൂ. കുട്ടികൾ പഠിക്കുന്നത് തുർക്കിഷാണ്. അവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പോലും നടക്കുന്നില്ല. അതുപോലും വിലക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പക്ഷെ അതിനൊക്കെ അയവ് വന്നിട്ടുണ്ടെന്നാണ് ഹിഷാം പറയുന്നത്. ഹിഷാം നോർമലൈസ് ചെയ്യുക. മുമ്പ് അങ്ങനെ ആയിരുന്നു. പഠിക്കാനോ ചിന്തിക്കാനോ പോലും പാടില്ലായിരുന്നു ആ ഭാഷ. ഇപ്പോൾ ആഴ്ചയിൽ 2 മണിക്കൂർ അത് പഠിപ്പിക്കുന്നില്ലേ? അപ്പം കാര്യങ്ങൾ മാറുന്നുണ്ട്. നീ ധൈര്യമായിട്ട് കള്ളസാക്ഷി പറഞ്ഞോ അവനെതിരെ. നാളെ കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരും എന്ന് പറഞ്ഞ അയാളെ മാറ്റാൻ ശ്രമിക്കുന്നു. ഞാൻ ദർദിലേക്കാണ് എത്തിയത്. ഈ ഹമിൻ മുഹമ്മദിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഹെമിൻ മുഹമ്മദിക്ക് വേണ്ടി കോടതിയിൽ വാദിക്കുന്ന 2 ചെറുപ്പക്കാരായ അഡ്വക്കേറ്റുമാരുണ്ട്, അഭിഭാഷകർ. അതിലൊരാൾ ദരിയ എന്നാണ് അവളുടെ പേര്. രണ്ടാമത്തെ ആൾ അലി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാണ് 2 പേരും. അലിക്ക് ദരിയയുടെ പുഞ്ചിരി വലിയ ഇഷ്ടമാണ്. അയാൾ ഓരോ ദിവസവും ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് പോലും അവളുടെ ആ ഉന്മേഷം നിറഞ്ഞ ചിരിയാണ്. അലിക്ക് പ്രാണനാണ് ദരിയ. പക്ഷേ 2 പേരും ഒരു കാരണവും കാണിക്കാതെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ജാമ്യമില്ലാതെ പോലീസ് ലോക്കപ്പിൽ അകപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് തങ്ങളെ അറസ്റ്റ് ചെയ്തത് എന്നതുപോലും അവർ പറയുന്നില്ല. പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ തീവ്രവാദികളെ സഹായിക്കുന്നവരല്ലേ, നിങ്ങൾ ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കുന്നവരല്ലേ എന്നതാണ് ചോദ്യം. 1 ആഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, ഇവരെ ജയിലിൽ നിരന്തരം പീഡിപ്പിക്കുകയാണ്. ഇവരെ അകത്തേക്ക് കൊണ്ടുവരുമ്പോഴും പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴും മുഴുവൻ തുണിയും അഴിച്ച് പരിശോധിക്കപ്പെടും. ചില്ലറ അപമാനമല്ല ദരിയയ്ക്കും അലിക്കും നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പോൾ കാര്യം കുറെ കൂടി വഷളായിരിക്കുന്നു. ഇവരെ കൊണ്ട് സത്യം പറയിക്കാൻ പോലീസ് അവർക്ക് മേലെ ബലപ്രയോഗം നടത്തി തുടങ്ങിയിരിക്കുന്നു. കണ്ണ് മൂടിക്കെട്ടിയ നിലയിൽ ദരിയയെ ഒരു മുറിക്കുള്ളിലേക്ക് ഒരു പോലീസുകാരൻ തള്ളിയിടുന്നു. മുഖമടിച്ച് അവൾ അവിടെ പോയി വീഴുന്നു. വിവസ്ത്രയാണ് അവൾ, നഗ്നയാണ്. അവൾ പോയി വീഴുന്നത് മറ്റേതോ ഒരു ശരീരത്തിലാണെന്ന് അവൾക്ക് തോന്നി. ഒരു ചെറിയ ചൂട് അവളുടെ കാലിൽ അനുഭവപ്പെട്ടു. അതാരാണ് എന്നവൾ വിളിച്ചു ചോദിച്ചു. ഇരുട്ടാണ് മുമ്പിൽ, കണ്ണു മൂടി കെട്ടിയിരിക്കുകയാണ്. ഒരനക്കവുമില്ല, ഒരു ശബ്ദവും കേൾക്കുന്നില്ല. അവൾ വീണ്ടും അവളുടെ കാല് പതുക്കെ ചലിപ്പിച്ച് ആ ശരീരത്തിൽ ഒന്നുകൂടി തൊടും. അപ്പോൾ ഏതോ മുറിവിൽ തൊട്ടതുപോലെ ആ ശരീരത്തിൽ നിന്നൊരു അലർച്ച അവൾ കേൾക്കും. അലിയാണോ അത്? അലിയാണോ അത്? പിന്നെ നിശബ്ദതയാണ്. അപ്പോൾ അവർക്ക് കേൾക്കാം തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്ന ബൂട്ട്സിൻ്റെ ശബ്ദം. കുറേ ആളുകൾ ഇവരെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് ഇവരുടെ ആ മുറിയിലേക്ക് കയറി വരുന്നു. എന്നിട്ട് ഇവൾക്ക് അറിയാൻ കഴിയുന്നുണ്ട് തൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ശരീരത്തെ അവർ വലിച്ചെടുക്കുന്നു. എന്നിട്ട് അതിനെ വീണ്ടും ശക്തിയിൽ തൻ്റെ മേലേക്ക് തള്ളിയിടുന്നു. ആ ശരീരം ഇപ്പോൾ ദരിയയുടെ മേലിൽ വന്ന് പതിച്ചു. നീ നിന്റെ വെപ്പാട്ടിയുടെ കൂടെ ഒന്നുകൂടി കിടക്കടാ എന്നതാണ് പിന്നിൽ നിന്ന് വിളിച്ചു പറയുന്നത് അവൾ കേട്ടത്. അവളുടെ കൈകൾ പിന്നിൽ വലിച്ചു കെട്ടിയിരിക്കുകയാണ്.
ആ കെട്ടൊന്ന് പൊട്ടിക്കാൻ അവള് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ആ പ്ലാസ്റ്റിക് കയറ് കൊണ്ട് അവളുടെ കൈ മുറിയുന്നതല്ലാതെ അതുകൊണ്ട് യാതൊന്നും സംഭവിച്ചില്ല. അവൾ ഉറക്കെ വിളിച്ചു, അലി, 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 ഇത് നീയാണോ? ഇത് നീയാണോ? അപ്പൊ അലി പറഞ്ഞു, ദരിയ, നീ വിഷമിക്കരുത് ദരിയ. ഈ ജയിലറയ്ക്കുള്ളിൽ നിന്ന് നമ്മൾ പുറത്തു വരുന്നൊരു ദിവസം ഉണ്ടാവും. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു ദിവസം ഉണ്ടാകും. അന്ന് എൻ്റെ സ്വതന്ത്രമായ ഈ കൈകൾ കൊണ്ട് ഞാൻ നിന്നെ കെട്ടിപ്പിടിക്കും. ദരിയ മനസ്സിൽ ആലോചിക്കുക, എത്രയോ നാളുകൾ സ്വാതന്ത്ര്യത്തോടെ നമ്മൾ പുറത്തുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരിക്കൽ ആ സന്തോഷത്തിൻ്റെ ഏതെങ്കിലും ഒരു നാളിൽ നിനക്കിതെന്നോട് പറയാമായിരുന്നല്ലോ. ഈ അവസ്ഥയിൽ നീ എങ്ങനെയാണ് എന്നോട് സംസാരിക്കുന്നതെന്ന് കാണാൻ പോലും കഴിയാത്ത ഈ അവസ്ഥയിലാണല്ലോ നീ ഇതെന്നോട് പറയുന്നത് എന്ന് അവൾ മനസ്സിൽ വിലപിച്ചു. അപ്പോഴേക്കും വലിയ വായിൽ അലി കരയുന്നതാണ് അവൾ കേട്ടത്. വീണ്ടും അലിയെ നിലത്ത് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ശബ്ദം അവൾക്ക് കേൾക്കാം. പച്ചമാംസം നിലത്ത് ഉരഞ്ഞ് നീറി വലിച്ചു കൊണ്ടുപോകുന്ന അലിയുടെ നിലവിളി ദരിയ കേൾക്കുന്നു. ദരിയ ഉറക്കെ വിളിക്കുന്നു, അലി, അലി, അവനെ എങ്ങോട്ടാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? അവനെ എങ്ങോട്ടാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? അപ്പോൾ ഒരാൾ വിളിച്ചു പറയുന്നു, നീ വിഷമിക്കണ്ട, അവനെ കൊണ്ടുപോകുന്നിടത്തേക്ക് നിന്നെയും കൊണ്ടുപോകാം, നീ വിഷമിക്കണ്ട. ആരൊക്കെയോ വന്ന് ദരിയയെ രണ്ട് കാലിലും കൈകളിലും കൂട്ടിപ്പൊക്കിയെടുത്ത് മറ്റൊരു സെല്ലിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അവിടെ വേറൊരു മനുഷ്യൻ, കൊണ്ടുപോവാ, അവളെ കൊണ്ടുപോവാ, ഇവിടെ കൊണ്ടുപോവാ. അവളുടെ കാലുകൾ രണ്ടും ആരോ ചവിട്ടി പിടിച്ചു. അവളുടെ പെരുവിരലിൽ ആരൊക്കെയോ രണ്ട് വയറുകൾ ഘടിപ്പിച്ചു. എന്നിട്ട് ആ മനുഷ്യൻ ഇവളുടെ അടുത്തേക്ക് വന്ന് ഇവളുടെ വായിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട്, തുറക്കടി വായ എന്ന് പറഞ്ഞു. എന്നിട്ട് കൈകൊണ്ട് അവളുടെ നാക്ക് വലിച്ച് പുറത്തിട്ടിട്ട് ആ നാക്കിലും ഒരു വയറ് ബന്ധിച്ചു. അവൾ ഇപ്പോൾ തയ്യാറാണ്. ഇതാണ് അയാളുടെ അടുത്ത പറച്ചിൽ. ആ കൈ ഏതോ സ്വിച്ചിൽ തിരിയുന്നു. ഈ വയറുകളിലൂടെ വൈദ്യുതി അവർ കടത്തിവിടുകയാണ്. അവളൊരു വിറങ്ങലിച്ച് വിറച്ച് കുതിച്ചു പൊങ്ങി ഒരു അലർച്ചയിൽ അവൾ താഴെ വീണു. അപ്പൊ അവൾക്ക് കേൾക്കാം തൊട്ടടുത്ത് നിന്ന് മറ്റൊരലർച്ച. അത് അലിയുടെ കരച്ചിലായിരുന്നു. വീണ്ടും ഇടവിട്ട് വൈദ്യുതി പ്രവഹിച്ചു. വിറങ്ങലിച്ച് അവൾ തളർന്നു വീണു. ഇനി അവൾ പറയും, ചോദിക്കാം, പറയേ, യാദോ കരീമിയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങളല്ലേ അയാൾക്ക് വേണ്ടുന്ന നിയമോപദേശങ്ങളൊക്കെ നൽകി അയാളെ സഹായിക്കുന്നത്? അവളുടെ വായിൽ നിന്ന് മനുഷ്യർ പുറപ്പെടുവിക്കുന്നത് പോലെയല്ല, മനുഷ്യർ പുറപ്പെടുവിക്കുന്നത് പോലെ അല്ലാത്ത ഒരു ശബ്ദം അവളുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഉടനെ ഒരടി അവളുടെ മുഖത്ത് പതിഞ്ഞു. അവളുടെ വായ പൊട്ടി ചോര ഒലിച്ചു. അലി അപ്പുറത്തുനിന്ന് ദരിയെ വിളിക്കുന്നുണ്ട്. അയാൾക്ക് എഴുന്നേൽക്കാൻ പോലും വയ്യ. ഈ പീഡനം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ദരിയെ ആരോ വലിച്ചുയർത്തുന്നു. എന്നിട്ട് അടുത്ത മുറിയിലേക്ക് കൊണ്ടുപോയി അവളുടെ കണ്ണിലെ കെട്ടഴിച്ച് അവിടെ തള്ളിയിടുന്നു. ആ വെളിച്ചം, വെട്ടിത്തിളങ്ങുന്ന വെളിച്ചം അവളുടെ കണ്ണിൽ കുത്തിയിട്ട് അവൾക്ക് കണ്ണ് തുറക്കാൻ പോലും കഴിഞ്ഞില്ല. അപ്പോൾ അവൾ കണ്ടു അവളുടെ മുന്നിൽ നഗ്നനായി കിടക്കുന്ന അലിയെ. അവൻ്റെ മുഖത്തിൻ്റെ ഒരു വശം മുഴുവനും കരിനീലിച്ച പാടുണ്ട്. ആരോ അടിച്ചിട്ടേ ഉള്ളൂ. ചോര കല്ലിച്ച് കിടക്കുന്ന കണ്ണുകൾ. അവൻ്റെ ശരീരത്തിലും ഈ വയറുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അവൻ്റെ നാക്കിലും അവൻ്റെ പെരുവിരലിലും അവൻ്റെ ലിംഗാഗ്രത്തിലും. അലി, അലി എന്നിവൾ വിളിച്ച് കരഞ്ഞു. ആ സമയം ആ വട്ടം തിരിഞ്ഞു. അലി വായുവിൽ ഇങ്ങനെ ചാടി ഒന്ന് പെടച്ചിട്ട് അങ്ങനെ തന്നെ താഴെ വീണു. അവൻ കണ്ടു
തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ദരിയെ വിഷമിച്ചു പോയി, സങ്കടപ്പെട്ടു പോയി. അവൻ സ്വയം ഇങ്ങനെ ഒരട്ട ചുരുളുന്നത് പോലെ ചുരുണ്ടു. അപ്പോഴും ചുറ്റും നിന്ന് അട്ടഹാസങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നു. പറയേ, യാദോ കരീമിയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങളും അയാളും തമ്മിൽ എന്താണ് ബന്ധം? ഇവള് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അയാളെ അറിയില്ല, ഞങ്ങൾക്ക് അയാളെ അറിയില്ല. നിങ്ങളെ കൊണ്ട് പറയിക്കാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളെ കൊണ്ട് പറയിച്ചേ അടങ്ങൂ. ഇങ്ങനെ പോകുന്നൊരു ചാപ്റ്ററാണിത്. ഇത് വായിച്ച് വെറുതെ മരവിച്ചിരിക്കാനേ നമുക്ക് കഴിയുള്ളൂ. കുറച്ച് ദിവസത്തേക്ക് പിന്നെ നമുക്ക് മറ്റൊന്നും ചിന്തിക്കാൻ കഴിയില്ല. ഈ കാഴ്ചകൾ നമ്മുടെ മനസ്സിലിങ്ങനെ വന്ന് നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും, അലോസരപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ചേച്ചി, എന്നെ വേദനിപ്പിച്ചത് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഒടുവിൽ ചേച്ചി എഴുതി വച്ചിരിക്കുന്ന ഒരു വാചകമാണ്. ഇത് യഥാർത്ഥത്തിൽ അനുഭവിച്ച് മരിച്ചുപോയ ഒരു അഭിഭാഷകയുടെ പേര്. ഇത് സത്യമായിട്ടും ഇങ്ങനെയൊക്കെ പീഡനങ്ങൾ നടക്കുന്നതാണോ ചേച്ചി? തീർച്ചയായിട്ടും. ഈ പുസ്തകത്തിൽ മാത്രമല്ല, സിന്നിലും വിവരിച്ചിരിക്കുന്ന പീഡന രംഗങ്ങൾ എല്ലാം തന്നെ ആംനസ്റ്റി ഇൻ്റർനാഷണലിലും അതുപോലെയുള്ള മറ്റു മനുഷ്യാവകാശ സംഘടനകൾ ശേഖരിച്ചിട്ടുള്ള അനുഭവങ്ങളുടെ വിവരണങ്ങളിൽ നിന്നാണ്. അവയെല്ലാം സത്യം തന്നെയാണ്. സിന്നിൽ എനിക്ക് ഞാൻ ആദ്യമായി എഴുതുന്ന പുസ്തകമാണ്. ഡോക്യുഫിക്ഷൻ ആദ്യമായിട്ട് എഴുതുകയാണ്. അത് എഴുതി കഴിഞ്ഞപ്പോഴാണ് ആളുകളെല്ലാം എന്നോട് ചോദിക്കാൻ തുടങ്ങിയത് ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന്. പിന്നീട് ഞാനത് വിശദീകരിക്കേണ്ടി വന്നു, ഓരോ സംഭവങ്ങളും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഖുർബാനിൽ പറഞ്ഞിരിക്കുന്ന ഓരോ പ്രധാനപ്പെട്ട സംഭവങ്ങൾക്കും ഞാൻ റെഫറൻസ് വെച്ചിട്ടുണ്ട്. ഇത്തരം പീഡനങ്ങൾ അവിടെ സ്വാഭാവികമാണ്. ഈ 40 വർഷത്തേക്കും മറ്റും ജയിലിലടയ്ക്കപ്പെടുന്ന മനുഷ്യർ അവരവിടെ സുഖമായി ജീവിച്ച് ഗോവിന്ദച്ചാമിയെ പോലെ തടിച്ചു കൊഴുത്ത് പുറത്തേക്ക് ഇറങ്ങുകയല്ല. ഓരോ ദിവസവും അവർ ടോർച്ചർ ചെയ്യപ്പെടും. സിസ്റ്റമാറ്റിക് ടോർച്ചർ എന്നാണ് അതറിയപ്പെടുന്നത്. ഓരോ ദിവസവും ഭക്ഷണം കൊടുക്കുന്നത് പോലെ അവരെ വിളിച്ചുകൊണ്ട് പോയി ടോർച്ചർ ചെയ്യും. ഇത് ഈ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. പ്രിയമുള്ളവരെ, എന്തായാലും ഈ കഥ ഞാനിന്ന് ഇവിടെ വരെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമ്മളൊക്കെ സുരക്ഷിതരാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഈ ഇടങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറെ മനുഷ്യ ശരീരങ്ങൾ നമുക്ക് ചുറ്റും ഇത്തരം വേദനകളിലൂടെ കടന്നു പോകുന്നു എന്ന് തിരിച്ചറിയാനെങ്കിലും നമ്മൾ ശ്രമിക്കണമെന്നതാണ് ചേച്ചിയുടെ കഥകളും ചേച്ചിയുടെ പുസ്തകങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. ഹൈലി പൊളിറ്റിക്കലാണ്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ഖുർബാൻ എന്ന ഈ പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വായിക്കേണ്ടുന്ന പുസ്തകമാണ്. ഖുർബാൻ മാത്രമല്ല ഞാൻ പറയുന്നത്, സിന്നിലും ഇതുപോലെയുള്ള നമ്മുടെ പോലെ തന്നെ ശരീരവും മനസ്സും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുള്ള മനുഷ്യരല്ലേ അവരും എന്ന് ചിന്തിക്കുമ്പോൾ അവരനുഭവിക്കുന്ന വേദനകളെ നമുക്കെങ്ങനെ തള്ളിക്കളയാൻ കഴിയും? അത് നമ്മുടെയും കൂടി ആവുന്നിടത്തല്ലേ നമ്മളിലും മനുഷ്യനുണ്ടാവുന്നത്, മനുഷ്യത്വം ഉണ്ടാവുന്നത് എന്ന് ചോദിക്കുകയാണ് ഞാൻ. എല്ലാവർക്കും വന്നതിന്, കഥ കേട്ടതിനെല്ലാം നന്ദി പറയുന്നു.